എന്നത്തെയും പോലല്ല, തെളിഞ്ഞ കാലാവസ്ഥയും രാവിലെ തന്നെ കൊടും ചൂട്. നേരെ പോയി ഫുൾ ടാങ്ക് CNG അടിച്ച് MG റോഡിലുള്ള ദോശക്കടയിലോട്ട് പോയി. ആദ്യം നമുക്ക് നമ്മുടെ ശരീരം നോക്കണം, എന്നിട്ട് മതി ജോലി ചെയ്യാൻ നോക്കാം. നേരെ പോയി 4 ദോശയും ഒരു വടയും ഒരു ഡബിൾ ഓംപ്ലേറ്റും ഒരു കോഫിയും കുടി. ഇവിടുത്തെ ദോശേനെ പറ്റി കൊച്ചിക്കാലത്ത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഭയങ്കര തിരക്കാണ് ഇവിടുത്തെ ദോശ കഴിക്കാനൊക്കെ. അവിടുന്ന് ഫുഡും കഴിച്ച് ഒരു ഓട്ടോ ഓടി കടവന്തറ വന്നപ്പോഴത്തേക്ക് രാവിലെ തന്നെ പെരുമഴ പെയ്യാൻ തുടങ്ങി. രാവിലത്തെ കാലാവസ്ഥ മോശമായിട്ട് ഓട്ടവും തീരെ മോശമായിരുന്നു. അങ്ങനെ നേരെ ഞാൻ റൂമിൽ ചെന്ന് കൊച്ചുകൂട്ടനെ വിളിച്ച് ഞങ്ങൾ നേരെ ലുലു മാളിലാണ് പോയത്. സത്യം പറഞ്ഞാൽ 2 ആവശ്യങ്ങൾക്കാണ് ഞങ്ങൾ പോയത്. ഒന്ന്, അവനൊരു ഫോൺ നോക്കണമായിരുന്നു. പിന്നെ നമ്മുടെ ലുലു മാളിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന പൊതിച്ചോറ് മേടിച്ചൊന്ന് ട്രൈ ചെയ്യണമായിരുന്നു. കഴിഞ്ഞ 2 തവണ ഇവിടെ വന്നിട്ട് ലേറ്റ് ആയി പോയെന്ന് പറഞ്ഞ് ഈ ഒരു പൊതിച്ചോറ് ഞങ്ങൾക്ക് കിട്ടില്ല. ഇത് 3-ാം തവണ വന്നപ്പോഴാണ് കിട്ടിയത്. ഇന്ന് ഞങ്ങൾ നേരത്തെ നല്ല ടേസ്റ്റുള്ള പൊതിച്ചോറായിരുന്നു. അങ്ങനെ പൊതിച്ചോറും കഴിച്ച് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയ മെട്രോയും ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയ പിള്ളേരെയും വായി നോക്കിക്കൊണ്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്നുള്ള വായിനോട്ടം കഴിഞ്ഞ് നടന്നുള്ള വായിനോട്ടം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവനെയും കൊണ്ടാക്കി 2 ഓട്ടോ ഒക്കെ കഴിഞ്ഞ വഴിക്കാണ് ഈ ഒരു കാഴ്ച. ഇത്രയും ബ്ലോക്കിനിടയ്ക്കൂടെ ട്രിബിൾസ് അടിച്ച് ആ ചെറുക്കന്മാർ കഷ്ടപ്പെട്ട് വണ്ടിയും കൊണ്ട് വരുമ്പോൾ ഒരു കൂസലും പേടിയില്ലാതെ പുറകെ ഇരുന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഈ പെണ്ണുണ്ടല്ലോ, ഒരു പുലി തന്നെ. ഇത്രയും തിരക്കിനിടയ്ക്ക് ആ ഒരു മെസ്സേജിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരു ഭാഗ്യവാൻ തന്നെ. കൃത്യസമയം 4 മണിയായപ്പോൾ ഓട്ടോ അടിച്ചത് നമ്മുടെ ഭാരത് മാതാ കോളേജിലേക്ക്. എന്നും ഇതേ സമയം ഇവിടെ തന്നെ ഓട്ടോ അടിക്കണമെന്ന് എന്റെ പ്രാർത്ഥന. അതാകുമ്പോൾ കുറച്ച് പിള്ളേരെ വായി നോക്കാമല്ലോ. അങ്ങനെ ആ ഓട്ടോ കഴിഞ്ഞ് നേരെ റൂമിന്റെ അടുത്തൊന്ന് ചായ കുടിക്കാൻ നേരത്തി. ഒരു ചട്ടിപ്പത്തിരിയും ഒരു കട്ടനും 2 ബജ്ജിയും ഒരു ചായ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് 8:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി വീണ്ടും ചായ കുടിക്കാൻ. ചെറിയൊരു പനിയുടെ ലക്ഷണമുള്ളതുകൊണ്ട് ആദ്യം തന്നെ ഒരു ചുക്കാപ്പി അങ്ങ് അടിച്ചു. ചുക്കാപ്പി അങ്ങോട്ട് കുടിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഓക്കെ. അപ്പോഴാണ് കണ്ണമ്പ്രോ പറഞ്ഞത് ഓരോ ഷേക്ക് കുടിച്ചാൽ ഇപ്പൊ പനി മാറുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഓരോ ഷേക്ക് കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി.